കേരളം ബിൽ ചർച്ചയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അതൃപ്തി തുറന്നു പറഞ്ഞ ശ്രീകുമാരൻ തമ്പി താൻ എഴുതിയ പാട്ട് സഭയിൽ അഭിമാനത്തോടെ പാടിയിട്ടും തന്റെ പേര് പരാമർശിച്ചില്ല എന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത്. MT വാസുദേവൻ നായർ, ജോൺസൺ, വയലാർ, G ദേവരാജൻ തുടങ്ങിയവരെ അനുസ്മരിച്ചെന്നും തന്റെ പേര് മറന്നെന്നും കവി ഓർമ്മിപ്പിച്ചു. വളരെ ചെറുപ്പമായ സുരേഷ് ഗോപി ഈ മറവി രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കട്ടെ എന്നും ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി എഴുതിയ കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം എന്ന പാട്ടാണ് കേന്ദ്രമന്ത്രി ഇന്നലെ സഭയിൽ പാടിയത്. 4 വരി മലയാളത്തിൽ ഒരു മഹാകവി എഴുതിയത്, സംഗീതജ്ഞൻ ചിട്ടപ്പെടുത്തിയത്, വിശ്വഗായകൻ ശ്രീ കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിൽ ഇന്നും മലയാളികൾ ഓർക്കുന്ന ഗാനം. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം. താങ്ക് യു. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ രാജ, ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീകുമാരൻ തമ്പി അവരെന്തൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, എന്തൊക്കെ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്? എന്തായാലും വരികൾ മറക്കാതെ പാടിയിട്ടുണ്ട് സുരേഷ് ഗോപി. ശ്യാമിലി, സുരേഷ് ഗോപി ആ വരികൾ ഓർത്തെടുത്ത് കൃത്യമായി പാടി. അതിനോടൊപ്പം തന്നെ ആ പാട്ടുമായി ബന്ധപ്പെട്ട് MT വാസുദേവൻ നായർ, ജോൺസൺ, വയലാർ, G ദേവരാജൻ തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ അനുസ്മരിക്കുകയും ചെയ്തു. പക്ഷേ ശ്രീകുമാരൻ തമ്പിയാണ് ആ പാട്ട് എഴുതിയത്. ആ പാട്ട് എഴുതിയ തന്റെ പേര് പറയാൻ സുരേഷ് ഗോപി തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രീകുമാരൻ തമ്പി ഉന്നയിക്കുന്ന വിമർശനം. ഒരു പക്ഷേ എന്റെ പേര് അദ്ദേഹത്തിന്റെ നാവിന് വഴങ്ങില്ലായിരിക്കും എന്ന് പറയുന്നു അദ്ദേഹം. പകരം ഒരു മഹാകവി എന്ന ലേബലിൽ തന്നെ ഒതുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം. പാട്ട് പാടുന്നതിന് മുൻപ് വയലാർ, ദേവരാജൻ എന്നീ പേരുകൾ പറഞ്ഞതിൽ നിന്ന് ഈ ഗാനവും വയലാർ എഴുതിയതാണ് എന്ന് ജനങ്ങൾ ധരിച്ചോട്ടെ എന്ന് ആ ശുദ്ധ ഹൃദയൻ വിചാരിച്ച് കാണും എന്നുള്ള പരിഹാസവും ശ്രീകുമാരൻ തമ്പിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിന് കാരണമായി പറയുന്ന ഒന്ന്, ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത യുവജനോത്സവം എന്ന സിനിമയിലെ വില്ലൻ വേഷമായിരുന്നു സുരേഷ് ഗോപിക്ക്. ആ സിനിമയിൽ നായകനാകണം എന്നുള്ള ആഗ്രഹം സുരേഷ് ഗോപി പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആ സിനിമയിൽ അതിന് കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് IV ശശി സംവിധാനം ചെയ്ത അക്ഷരത്തെറ്റ് എന്ന സിനിമയിൽ സുരേഷ് ഗോപിയെ തന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് IV ശശി നായകനാക്കി. ആ സിനിമ ഒരുപാട് വലിയ വിജയം നേടി. ആ സിനിമ റിലീസായ ദിവസം സുരേഷ് ഗോപിയുടെ അമ്മ ഒരു തിയേറ്ററിൽ സിനിമ കണ്ടതിന് ശേഷം ഫോണിൽ വിളിച്ച് കുടുംബത്തിന്റെ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിച്ചുവെന്ന് ശ്രീകുമാരൻ തമ്പി ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കേണ്ട എന്ന സത്യം തനിക്ക് മനസ്സിലാകും. കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇതൊക്കെ മറന്നു കാണും എന്നുള്ള പരിഹാസമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ വരികളായിട്ടുള്ള ബന്ധുവാര്, ശത്രുവാര്, ബന്ധനത്തിൽ നോവറിയും, കിളിമകളെ പറയൂ, ഇതും എന്റെ വരികളാണ്. എന്റെ പേര് പറയാതെ സുരേഷ് ഗോപി ഈ വരികളും ഇടയ്ക്ക് ഉദ്ധരിക്കുന്നത് നല്ലതാകും എന്ന് പറഞ്ഞാണ് ശ്രീകുമാരൻ തമ്പി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തിന്റെ വിമർശനവും അവസാനിപ്പിക്കുന്നത്. ശരി, അർജുൻ രാജ.